നമസ്കാരം. ഇത് ഹിരൺദാസ്. ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇന്ന് നമ്മുടെ വിവാഹമാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണം. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ട് ഒരു കൊച്ചു പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സും മാത്രം പങ്കെടുക്കുന്ന വളരെ ലളിതമായ ചടങ്ങായിരിക്കും. എന്റെ വളർച്ചയിലും ഇപ്പോഴും എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ജനങ്ങളെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. അതിന് നിങ്ങളാരും പരിഭവം വിചാരിക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ മനസ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നന്ദി. മോണലോവ വരുന്നത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയം, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് മോണലോവ വരുന്നത്. വാർത്താ ചാനലുകൾ തന്നെയാണ് മോണലോവയ്ക്ക് പരസ്യം കൊടുത്തത്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ താങ്കളുടെ പങ്കാളിയുടെ ജീവിതത്തിലും എത്രത്തോളം വ്യത്യസ്തമാണ്? പാട്ട് ഇറങ്ങിയതിന്റെ എല്ലാവരും പാട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മള് ഇപ്പൊ വേടനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും ബുദ്ധിമുട്ടുകളിലായിരുന്നു. അങ്ങനത്തെ ഒരു ക്രൈസിസിലായിരുന്നു അത്. പക്ഷെ ആ സമയത്തും എൻ്റെ കലയെ ഇഷ്ടപ്പെടുകയും കലയെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് എന്നെ നിലനിർത്താനൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് ഞാൻ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. സോഷ്യൽ മീഡിയ മുഴുവൻ മോണലോവയെ തിരഞ്ഞു പോയിരുന്നു. താങ്കളുടെ പങ്കാളിയെ അത് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും പുള്ളിക്കാരി ആ ഒരു പേഴ്സണൽ ലൈഫ് ഇല്ലാതാവുക എന്നുള്ളതാണല്ലോ. പിന്നെ പുള്ളിക്കാരി അതൊക്കെ ഓക്കെ, ഇതിങ്ങനെയാണ് എൻ്റെ ജീവിതം ഇനി എന്ന് തിരിച്ചറിഞ്ഞു പുള്ളിക്കാരി. പെട്ടുപോയില്ലോ എന്നുള്ളൊരു അപ്പോൾ പുള്ളിക്കാരി സ്ട്രോങ് ആണ്. അപ്പോൾ ടെൻഷൻ ഇല്ല.